നമസ്തേ, ഏവർക്കും വിജ്ഞാനഗംഗ സാൻസ്ക്രിറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സംസ്കൃതം കേട്ടിട്ട് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസ്കൃതത്തിൽ മുൻകാല ചോദ്യപേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: രാമായണസ്യ പ്രഥമഃ കാണ്ഡഃ കഃ? രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡം ഏതാണ്? സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ബാലകാണ്ഡഃ, ബി അയോധ്യാകാണ്ഡഃ, സി ആരണ്യകാണ്ഡഃ, ഡി സുന്ദരകാണ്ഡഃ. ഉത്തരം ഓപ്ഷൻ എ ബാലകാണ്ഡഃ. ഇവിടെ നമ്മൾ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മലയാളികൾ പണ്ട് തൊട്ടേ പറഞ്ഞും കേട്ടും വന്നിട്ടുള്ളത് അധ്യാത്മ രാമായണത്തെക്കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അധ്യാത്മ രാമായണത്തിൽ 6 കാണ്ഡങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡങ്ങളുണ്ട്. ഇവിടെ കാണ്ഡങ്ങളുടെ പേരുകൾ നമുക്കറിയാമെങ്കിലും ക്രമം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇത് ഓർത്ത് വെക്കാമെന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് രാമായണത്തിൻ്റെ കഥ ഓർത്തിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കാണ്ഡം ബാലകാണ്ഡം എന്ന് പറഞ്ഞു. അപ്പോൾ രാമായണം തുടങ്ങുന്ന എവിടെ നിന്നാണ്? രാമൻ ജനിക്കുന്നു, രാമൻ്റെ ബാല്യകാലം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ രാമൻ്റെ ജനനം, ബാല്യകാലം, അതുപോലെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് പോകുന്നു, സീതാ സ്വയംവരം നടക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ബാലകാണ്ഡം തുടങ്ങുന്നത് ബാലകാണ്ഡത്തിൽ. അതിനുശേഷം അവർ അയോധ്യയിലേക്ക് വരുന്നു. സീതാ സ്വയംവരത്തിന് ശേഷം അയോധ്യയിലേക്ക് വരുന്നു. അവിടെ നിന്ന് രാമൻ്റെ പട്ടാഭിഷേകമൊക്കെ തീരുമാനിക്കുന്നു. കൈകേയി ഇടപെട്ട് വനവാസത്തിന് അയക്കുന്നു. അങ്ങനെ അവർ വനവാസത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആ രാമൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ ദശരഥൻ മരിക്കുന്നു. മുതലായ അയോധ്യയിൽ അരങ്ങേറിയ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാണ്ഡം. അതിനുശേഷം മൂന്നാമത്തേത് ആരണ്യകാണ്ഡം. അവർ വനത്തിൽ പോയിട്ട് വനത്തിൽ താമസിക്കുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരണ്യകാണ്ഡത്തിൽ. അതിനുശേഷം നാലാമത്തേത് കിഷ്കിന്ധാകാണ്ഡം. അങ്ങനെ സീതയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും കാട്ടിലൂടെ പോകുമ്പോൾ കിഷ്കിന്ധ എന്ന് പറയുന്ന വാനര രാജ്യത്തിലെത്തുന്നു. അവിടെ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു, ബാലിയെ വധിക്കുന്നു. പിന്നീട് പറഞ്ഞുറപ്പിച്ച പ്രകാരം വാനരപ്പടയെ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് അയക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നടന്നത് കിഷ്കിന്ധ എന്ന് പറയുന്ന രാജ്യത്തായതുകൊണ്ട് നാലാമത്തേത് കിഷ്കിന്ധാകാണ്ഡം. അതിനുശേഷം എന്താണ്? സീതാന്വേഷണത്തിന് പോകുമ്പോൾ സമുദ്രം കാണുന്നു. ഹനുമാൻ സമുദ്രം ചാടിക്കടക്കുന്നു, ലങ്കയിലെത്തുന്നു. അവിടെ സീതയെ കാണുന്നു. ശേഷം രാവണൻ്റെ മുമ്പിൽ ചെല്ലുന്നു. അവിടെ ലങ്ക മൊത്തം ദഹിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ സുന്ദരകാണ്ഡത്തിലാണ് നടക്കുന്നത്. അപ്പം സുന്ദരകാണ്ഡം എന്ന് പറയുമ്പോൾ ഓർക്കുക, ലങ്ക എന്ന് പറയുന്ന രാജ്യം വളരെ മനോഹരമായ ഒരു രാജ്യമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ അത്രയും സുന്ദരമായിട്ടുള്ളൊരു ലങ്കയാണ് ഹനുമാൻ തീയിട്ട് നശിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് സുന്ദരകാണ്ഡം. അതിനുശേഷം ആറാമത്തെ കാണ്ഡം യുദ്ധകാണ്ഡം. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ യുദ്ധമാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് രാമസേതു നിർമ്മിക്കുന്നു, സേതുബന്ധനം ചെയ്യുന്നു, യുദ്ധം. അങ്ങനെ രാവണനെ വധിച്ച് സീതയുമായിട്ട് അവർ തിരിച്ച് അയോധ്യയിലെത്തി രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ യുദ്ധകാണ്ഡത്തിൽ. അപ്പോൾ നമ്മൾ അധ്യാത്മ രാമായണം നോക്കിയാൽ ഇവിടം കൊണ്ട് നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്, 6 കാണ്ഡങ്ങൾ. പക്ഷേ വാൽമീകി രാമായണത്തിൽ അവിടം കൊണ്ട് തീരുന്നില്ല. അടുത്തത് 7ാമത്തെ കാണ്ഡം ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞിട്ട്. ഉത്തരകാണ്ഡത്തിൽ പിന്നീട് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഉത്തരകാണ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്. അതായത് സീതയെ പരിത്യജിക്കുന്നു, പിന്നെ ലവകുശന്മാർ ജനിക്കുന്നു എന്ന് തുടങ്ങി രാമൻ്റെ സ്വർഗാരോഹണം വരെ ഇത്രയും കാര്യങ്ങൾ ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ കാണ്ഡം. നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ 6 കാണ്ഡങ്ങളെ പറയുന്നുള്ളൂ. ഉത്തര രാമായണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇവിടെ വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കഥ ഓർത്തിരുന്നാൽ നമുക്ക് ഈ ക്രമം എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം: ഷണ്ണവതിഹി ഇത്യസ്യ സംഖ്യാരൂപം കിം? ഷണ്ണവതിയുടെ സംഖ്യാരൂപം ഏതാണ്? എ 59, ബി 69, സി 86, ഡി 96. ഉത്തരം ഓപ്ഷൻ ഡി 96. നമുക്കിവിടെ വളരെ ഒരു സംശയം വരുന്ന 2 ഓപ്ഷൻസാണുള്ളത്, 69ഉം 96ഉം. നമുക്ക് പൊതുവേ സംസ്കൃതത്തിൽ സംഖ്യകൾ വരുമ്പോൾ ഒരു 10, 20 വരെയൊക്കെ നമുക്ക് ഏകദേശം
കുഴപ്പമില്ലാണ്ട് പറയാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പോകും തോറും എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്നുള്ളൊരു സംശയമുണ്ടാവും. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഷണ്ണവതി എന്നൊക്കെ പറയുമ്പോൾ അത് 69 96 എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സംസ്കൃതത്തിലെ സംഖ്യകൾ നമ്മൾ വലത്ത് നിന്നും ഇടത്തേക്കാണ് വായിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ തിരിച്ചാണ്, ഇടത്തു നിന്നും വലത്തേക്കാണ്. 96 എന്ന് പറയുമ്പോൾ 9 നമ്മൾ ആദ്യം, 90 എന്നുള്ളത് ആദ്യം പറയുന്നു, 6 എന്നുള്ളത് രണ്ടാമത് പറയുന്നു. പക്ഷേ സംസ്കൃതത്തിൽ നേരെ തിരിച്ചാണ്. 96 എന്ന് പറഞ്ഞ സംഖ്യ വന്നാൽ നമ്മൾ ആദ്യം 6 ഉച്ചരിക്കേണ്ടത്. 6 ഉച്ചരിച്ചിട്ട്, 6 എന്ന് പറയുമ്പോൾ ഷട്ട്. അപ്പോൾ 96-ൽ 6, വലതുവശത്തുള്ള ആദ്യത്തെ സംഖ്യ 6 നമ്മൾ ഉച്ചരിക്കുന്നു, ഷട്ട്. അതിനുശേഷം ഈ അടുത്തുള്ള സംഖ്യ 9 ഓർത്തിരിക്കുക, 90 96 സംഖ്യ. അപ്പോൾ 6 ഉച്ചരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ 90 എന്ന് ഉച്ചരിക്കുന്നു. 90-ന് സംസ്കൃതത്തിൽ നവതി എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം 6 ഉച്ചരിച്ച് പിന്നെ 90 ഉച്ചരിക്കുമ്പോൾ ഷട്ട് നവതി, ഷണ്ണവതി എന്ന് പറയുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക, സംസ്കൃതത്തിലെ സംഖ്യകൾ വലത്ത് നിന്നും ഇടത്തേക്കാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അടുത്ത ചോദ്യം, വൈശേഷിക ദർശനസ്യ ആചാര്യഃ കഃ? വൈശേഷിക ദർശനത്തിൻ്റെ ആചാര്യൻ ആരാണ്? ഓപ്ഷൻ എ ഗൗതമഃ, ബി കണാദഃ, സി ജൈമിനിഃ, ഡി കപിലഃ. ഉത്തരം ബി കണാദഃ. കണാദ മഹർഷിയാണ് വൈശേഷിക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആചാര്യൻ. ഇവിടെ ഇതോടൊപ്പം നമ്മൾ മറ്റ് ദർശനങ്ങളുടെ ആചാര്യന്മാരുടെ പേരുകളും ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മളിവിടെ പറയുന്നത് ആസ്തിക ദർശനങ്ങളെ പറ്റിയാണ്. 6 ആസ്തിക ദർശനങ്ങളാണുള്ളത്. അതിലൊന്നാമത്തേത് സാഖ്യദർശനം. അതിൻ്റെ ആചാര്യൻ കപില മഹർഷിയാണ്. സാഖ്യദർശനം എന്ന് വെച്ചാൽ പുരുഷ പ്രകൃതി ദ്വൈതവാദം പ്രതിപാദയതി. പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഭേദത്തെ പ്രതിപാദിച്ചുകൊണ്ട് മോക്ഷമാർഗം നൽകുക, അതാണ് സാഖ്യദർശനം. അതുകൂടാതെ 25 തത്വങ്ങളെ പറ്റിയും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് യോഗദർശനം. അതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആചാര്യൻ പതഞ്ജലി മഹർഷിയാണ്. ചിത്തവൃത്തി നിരോധേന സമാധി മാർഗം ദർശയതി. ചിത്തത്തിൻ്റെ പ്രവൃത്തികളെ നിരോധിക്കുന്നതിലൂടെ സമാധി മാർഗം തേടുക അല്ലെങ്കിൽ സമാധി മാർഗം നൽകുന്നു, അതാണ് യോഗദർശനം. ന്യായദർശനം. ന്യായദർശനത്തിൻ്റെ ആചാര്യൻ ഗൗതമ മഹർഷിയാണ്. പ്രമാണതർക്കപ്രധാനം ദർശനം. ന്യായദർശനം എന്ന് വെച്ചാൽ പ്രമാണങ്ങളിലൂടെ പദാർത്ഥത്തെ പ്രതിപാദിക്കുന്ന ദർശനമാണ് ന്യായദർശനം. വൈശേഷിക ദർശനം നമ്മളിപ്പോൾ പറഞ്ഞു, കണാദ മഹർഷിയാണ്. പദാർത്ഥ പരമാണു പ്രധാനം ദർശനം. പദാർത്ഥങ്ങളെ പ്രതിപാദിക്കുകയും അതോടൊപ്പം തന്നെ പരമാണുവിനെയും പ്രതിപാദിക്കുന്ന, പരമാണുവിനും പ്രാധാന്യം നൽകുന്ന ഒരു ദർശനമാണ് വൈശേഷിക ദർശനം. പൂർവമീമാംസ. ജൈമിനി മഹർഷിയാണ് പൂർവമീമാംസയുടെ ആചാര്യൻ, അല്ലെങ്കിൽ മീമാംസ ദർശനമെന്നും ഇത് അറിയപ്പെടുന്നു. ധർമ്മകർമ്മ വിചാര പ്രധാനം ദർശനം. ധർമ്മത്തിനും കർമ്മത്തിൻ്റെയും ഒക്കെ വിചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ദർശനമാണ് പൂർവമീമാംസ. ഉത്തരമീമാംസ. ബാദരായണനാണ് ഉത്തരമീമാംസയുടെ ആചാര്യൻ. ഉത്തരമീമാംസയെ തന്നെ വേദാന്ത ദർശനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാദരായണൻ്റെ മറ്റൊരു പേരാണ് വ്യാസൻ എന്ന് പറയുന്നത്. ബ്രഹ്മാത്മൈക്യ ജ്ഞാനമാർഗം പ്രതിപാദയതി. ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഐക്യം ഒക്കെ പ്രതിപാദിക്കുന്ന ദർശനമാണ് വേദാന്ത ദർശനം. അപ്പോൾ ഈ 6 ദർശനങ്ങളുടെയും ആചാര്യന്മാരാരാണ് എന്നത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, വേദസ്യ അന്തിമഃ ഭാഗഃ കഃ? വേദത്തിൻ്റെ അവസാനത്തെ ഭാഗം ഏതാണ്? എ സംഹിത, ബി ബ്രാഹ്മണം, സി ആരണ്യകം, ഡി ഉപനിഷത്ത്. ഉത്തരം ഡി ഉപനിഷത്താണ്. വേദത്തിൻ്റെ അന്തിമ ഭാഗത്തെ പറയുന്ന പേരാണ് ഉപനിഷത്ത്, അല്ലെങ്കിൽ വേദത്തിൻ്റെ അന്തിമ ഭാഗമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വേദത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. വേദത്തെ 4 തിരിക്കുന്നുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇതേ ക്രമത്തിലാണ്. സംഹിത ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തേത് ബ്രാഹ്മണം, മൂന്നാമത്തേത് ആരണ്യകം, നാലാമത്തേത് ഉപനിഷത്ത്. വേദത്തിൻ്റെ അവസാനത്തെ ഭാഗം, അന്തിമ ഭാഗം എന്ന് പറയുന്നത് ഉപനിഷത്താണ്. ഇത് തന്നെയാണ് വേദാന്തം എന്ന് പറയുന്നതും. വേദത്തിൻ്റെ അന്തിമ ഭാഗം വേദാന്തം, അത് ഉപനിഷത്താണ്. അടുത്തത്, അഷ്ടാധ്യായി സൂത്രപാഠേ കതി പാദാഹ സന്തി? അഷ്ടാധ്യായിയിൽ എത്ര പാദങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ എ 20, ബി 31, സി 32, ഡി 40. ഉത്തരം ഓപ്ഷൻ സി 32. അതായത് 32 പാദങ്ങളാണ് അഷ്ടാധ്യായിയിൽ ഉള്ളത്.
അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്കറിയാം, അഷ്ടാധ്യായി എന്ന് പറഞ്ഞാൽ 8 അധ്യായങ്ങളാണ്. അഷ്ടാധ്യായി 8 അധ്യായങ്ങളിൽ പ്രത്യേകം 4 പാദാഹ, ഓരോ അധ്യായത്തെയും 4 പാദങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ അധ്യായത്തിലും 4 പാദങ്ങളാണ്. അപ്പോൾ ഓരോ അധ്യായത്തിലും 4 പാദങ്ങൾ എന്ന് പറയുമ്പോൾ 8 അധ്യായം, 4 × 8 32 പാദങ്ങളാണ് മൊത്തം അഷ്ടാധ്യായിയിൽ ഉള്ളത്. അപ്പോൾ സംഖ്യ ഓർത്തിരിക്കുക, 32 അധ്യായങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, അധോദത്തേഭ്യ ല്യബന്ധം അവ്യയം ചിത്വാ ലിഖത. താഴെ കൊടുത്തിട്ടുള്ളതിൽ ല്യബന്ധമായിട്ടുള്ള അവ്യയം ഏതാണെന്ന് എഴുതുക. ഓപ്ഷൻ എ ആദായ, ബി മേഘായ, സി ബോധായ, ഡി മോദായ. ഉത്തരം ഓപ്ഷൻ എ ആദായ. ഈ കൊടുത്തിട്ടുള്ളതിൽ അവ്യയമായിട്ടുള്ളത് ഏതാണ്? ആദായ എന്ന് പറയുന്ന വാക്കാണ് അവ്യയമായിട്ടുള്ളത്. ആദായ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നതാണ് ആദായ എന്ന് പറയുന്ന അവ്യയം. മറ്റ് പദങ്ങളൊക്കെ ഇതെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും മറ്റ് പദങ്ങളൊക്കെ ചതുർത്ഥി ഏകവചന രൂപങ്ങളാണ്. മേഘായ, മേഘശബ്ദത്തിൻ്റെ ചതുർത്ഥി ഏകവചനമാണ് മേഘായ. ബോധശബ്ദത്തിൻ്റെ ചതുർത്ഥി ഏകവചനം ബോധായ. മോദശബ്ദത്തിൻ്റെ ചതുർത്ഥി ഏകവചനം മോദായ. ഇവിടെ ആദായ എന്ന് പറയുന്നത് അവ്യയമാണ്. അതായത് അവ്യയം എന്ന് പറയുമ്പോൾ നമ്മൾ ലിംഗത്തിലോ വിഭക്തിയിലോ വചനത്തിലോ എവിടെ നമ്മൾ ഈ ശബ്ദം പ്രയോഗിച്ചാലും അതിന് രൂപവ്യത്യാസം ഉണ്ടാവുന്നില്ല. എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും ആദായ എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. അതാണ് അവ്യയം എന്ന് പറയുന്നത്. ഇവിടെ ഈ ആദായ എന്ന് പറയുന്ന അവ്യയത്തിൽ ഉള്ള പ്രത്യയം എന്ന് പറയുന്നത് ല്യപ്പ് പ്രത്യയമാണ്. അതുകൊണ്ട് ല്യബന്ധം അവ്യയമായിട്ടുള്ള പദം എന്ന് പറയുന്നത് ആദായ. എടുത്തുകൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന, അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി എന്നൊക്കെയും പറയാം, ആ അത്തരത്തിൽ അർത്ഥത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന പദമാണ് ആദായ. അടുത്തത്, വിശ്വഭാനു ഇതി കാവ്യം കസ്യ ജീവനചരിതം അവലംബ്യ രചിതം. വിശ്വഭാനു എന്ന കാവ്യം ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമിനഃ, ബി ശ്രീനാരായണ ഗുരോഹോ, സി സ്വാമി വിവേകാനന്ദസ്യ, ഡി ശങ്കരാചാര്യസ്യ. ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദസ്യ. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള കാവ്യമാണ് വിശ്വഭാനു എന്ന് പറയുന്നത്. അത് രചിച്ചിട്ടുള്ളത് ഡോക്ടർ പി.കെ. നാരായണ പിള്ളയാണ് രചിച്ചിരിക്കുന്നത്. ഇതിൽ സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ സാധന, ചിക്കാഗോ പ്രസംഗം, പ്രേരണ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻസ്പിറേഷൻസ്, ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി രചിച്ചിട്ടുള്ള ഒരു കാവ്യമാണ് വിശ്വഭാനു. അത് രചിച്ചിരിക്കുന്നത് പി.കെ. നാരായണ പിള്ളയാണ്. അടുത്തത്, വേദപുരുഷസ്യ ഹസ്തൗ കഥം ഗണ്യത്തെ. വേദപുരുഷൻ്റെ ഹസ്തത്തെ എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഓപ്ഷൻ എ ശിക്ഷ, ബി കൽപഃ, സി നിരുക്തം, ഡി ഛന്ദഃ. ഉത്തരം ബി കൽപഃ. അപ്പോൾ ഇതൊക്കെ വേദാംഗങ്ങളാണ്. നമ്മൾ വേദാംഗങ്ങളെ പറയുമ്പോൾ വേദപുരുഷൻ്റെ അംഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. വേദപുരുഷൻ്റെ ഓരോരോ അംഗങ്ങൾ. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്കറിയാം 6 വേദാന്തങ്ങളാണുള്ളത്. അതിൽ ജ്യോതിഷം എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ കണ്ണുകളായിട്ട്, ചക്ഷു ആയിട്ടും, നിരുക്തം എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ ശ്രോത്രം, ചെവിയായിട്ടും, ശിക്ഷ എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ ഘ്രാണം, നാസിക ആയിട്ടും, വ്യാകരണം വേദപുരുഷൻ്റെ മുഖം അല്ലെങ്കിൽ വായ ആയിട്ടും, കൽപ്പം എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ 2 കൈകളും, ഛന്ദസ് എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ 2 കാലുകളുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? വേദപുരുഷൻ്റെ കൽപ്പം എന്ന്, വേദപുരുഷൻ്റെ കൈ എന്ന് പറയുന്ന, കൈയായിട്ട് കണക്കാക്കിയിട്ടുള്ള വേദാംഗം ഏതാണ്? അത് കൽപ്പമാണ്. ഇങ്ങനെ ഓരോ വേദാംഗങ്ങളും ഏത്
ഭാഗമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് അവയവമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്നത് വളരെ പ്രധാനമാണ്. ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. കേട്ടിട്ട് പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഇത്. അതുകൊണ്ട് എല്ലാ വേദാംഗങ്ങളും ഏത് അവയവങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, അധോദത്തേഷു മാതൃശബ്ദസ്യ സംബോധന രൂപം കിം? താഴെ കൊടുത്തിട്ടുള്ളതിൽ മാതൃശബ്ദത്തിൻ്റെ സംബോധന രൂപം ഏതാണ്? എ മാത, ബി മാതരം, സി മാതഃ, ഡി മാതരി. ഉത്തരം സി മാതഃ. നമ്മുടെ കേട്ടിട്ട് പരീക്ഷകളിൽ ശബ്ദരൂപം എന്ന ഭാഗത്തു നിന്നും 2ഉം 3ഉം വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദരൂപമാണ് മാതൃശബ്ദം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മാതൃശബ്ദത്തിൻ്റെ രൂപങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഋകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് മാതൃശബ്ദം. അതിൽ ഓരോ വിഭക്തിയിലും രൂപങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ ചോദ്യം സംബോധനയിൽ മാതൃശബ്ദത്തിൻ്റെ രൂപം അത് മാതഃ എന്നാണ്. അപ്പോൾ സംബോധന ഏകവചനത്തിൽ ഹേ മാതഃ, ദ്വിവചനത്തിൽ ഹേ മാതരോ, ബഹുവചനത്തിൽ ഹേ മാതരഃ എന്നിങ്ങനെയാണ് രൂപങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം, അഹം ബ്രഹ്മാസ്മി വാക്യമിതം കസ്യാം ഉപനിഷതി വർത്തത്തെ? അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ എ ഛാന്തോക്യേ, ബി ഈശാവാസ്യേ, സി ബൃഹദാരണ്യകേ, ഡി മുണ്ടകേ. ഉത്തരം സി ബൃഹദാരണ്യകേ. ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന മഹാവാക്യം. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ മഹാവാക്യങ്ങളും, 4 മഹാവാക്യങ്ങളാണുള്ളത്, ആ 4 മഹാവാക്യങ്ങളും ഏത് ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഐതരേയോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി നമ്മളിപ്പോൾ പറഞ്ഞു ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, യജുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തത്വമസി എന്ന മഹാവാക്യം ഛാന്തോഗ്യോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, സാമവേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം മാണ്ഡൂക്യോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, അഥർവവേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏത് വേദം ഏത് ഉപനിഷത്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. സംസ്കൃതത്തിലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള കേടെറ്റ്, സെറ്റ്, നെറ്റ്, PSC മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തു വരുന്നത്. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസും അപ്ഡേറ്റ്സും കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.